Superstar Junior, powered by Nirabara. Co-presented by Nandanam Sanitaries. Superstar Junior. Superstar Junior. Very much honored, Excited and privileged to invite Padma Shri Hariharan. എല്ലാ ജോണേഴ്സും പാടി നമ്മളെ ഇത്രയധികം കൊതിപ്പിച്ച ഒരു സിംഗർ ആൻഡ് ദ മോസ്റ്റ് റൊമാൻറ്റിക് വോയിസ്. മച്ചൽ പയ്യൽ മാലയിലേ മെല്ലെ മെല്ലെ ഇരുളുതേ പളിച്ചിടും വിളക്കുകൾ. All these kids have a ഇങ്ങനെയാണ് നിന്ന് പാടിയെ. നീ പോന അതിലൊന്നും മാറ്റമില്ല. ഹരിഹരൻ എപ്പോഴെങ്കിലും ഒരു അക്കാപ്പല്ല ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കാൻ പോകുന്നു. ജൈസാ Shivani, you are looking like a Maina when you are singing. അല്ല പാടണ ഫീല് നീ എന്താ വള്ളംകളി പാട്ടാണോ പാടുന്നത്? ഒരു ഗ്രൂവ് വാശിക്കും. Let him do a dance step in. okay. ഒരു കൈ മാത്രം. കുരുക്കു ചിരിത്തവളെ എന്ന കുങ്കുമത്തിൽ കരച്ചവളെ നെഞ്ചിൽ മഞ്ച തെച്ച് കോഴിക്കൈയിൽ എന്നെ കൊഞ്ചം പൂസ് തായേ സുധാമന്ത്രം നിവേദിതം ഋതുമംഗലയാ പ്രപഞ്ചമേ. അടി രാക്ഷസി നല്ല പാടി. ഓ സുജാത ഓ സുജാത ഓ സുജാത ഓ സുജാത. So നമ്മുടെ സൂപ്പർസ്റ്റാർ ജൂനിയറിന്റെ ഈ വേദി ഒരു പോരാട്ട ഭൂമിയായി മാറിയിരിക്കുകയാണ്. ശരിക്കും ഭയങ്കര പെർഫോമൻസുകളാണ് എല്ലാവരും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ക്വാർട്ടർ ഫൈനൽസിന്റെ എല്ലാം എന്താ പറയാ അവരിങ്ങനെ റെഡിയായി ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് എല്ലാവരും വരുന്നതും. അതെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തായാലും പെട്ടെന്ന് കോമ്പറ്റീഷനിലേക്ക് കടക്കാം. സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ നമുക്ക് നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. യെസ്, സോ വിജയ് ചേട്ടൻ. Oh my God. സുജാത ചേച്ചി. സ്റ്റീഫൻ ചേട്ടൻ. ചേട്ടാ. And our celebrity guest, Hariharan sir. And നമ്മുടെ സ്റ്റാർ ഓർക്കസ്ട്ര പുലികൾ. Hariharan sir, we would like to ask you, like, you have been with us for a couple of 2-3 episodes. Yes. So how do you feel, sir? I feel very nice because number one, the participants are very good. Whoa! The orchestra is very good. Oh. The compeers are very good. Thank you, Thank you, sir. Thank you. And I am sitting with all my lovely friends here. What else do you want? Hello. I'm really enjoying myself. Thank you so much. Thank you so much, Thank sir. you, sir. We are enjoying and more. I think the contestants are getting to learn so much of things from you. Yes. Okay. And that is definitely okay. Hat in our feather in our hat, I may say. Yeah, absolutely. I'm giving you a different look now Oh, okay. Oh, for okay. the next few episodes. You know, like. So എന്തായാലും നമുക്ക് സാറും റെഡിയാണ്, നമ്മളും റെഡിയാണ്. അതെ. Contestants റെഡിയാണോ? Ready അല്ലേ? Okay, so let's welcome our first contestant. ശ്രീനാഥ്. ജിലി, ആ, ആ നിപ്പ് കണ്ടോ? ആ കുറുമ്പന്റെ നിപ്പല്ലേ? കുറുമ്പുള്ള നിപ്പ്. ഇത് ഭയങ്കര മോഡേൺ ഒക്കെയാണല്ലോ. എന്താണ് ഉദ്ദേശം? അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നിരിക്കാണോ? ആ, ആണ്. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് നേരെ റൗണ്ടിലേക്ക് കിടക്കാം. എടുക്കാം. മോൻ ഏത് റൗണ്ടാ ചൂസ് ചെയ്യുന്നേ? ഫ്രഷ് ഹിറ്റ്സ്. ഫ്രഷ് ഹിറ്റ്സ്. ഉറക്കെ ഫ്രഷ് പറ. ഹിറ്റ്സിൽ ഏത് പാട്ടാ?
പാവ എന്ന് പറഞ്ഞ സിനിമയിലെ ആ. ജയചന്ദ്രൻ പാടിയ ആ പൊടിമീശ മുളയ്ക്കണ കാലം എന്ന് പറഞ്ഞു. പൊടിമീശ മുളയ്ക്കണ നല്ല പാട്ടാണല്ലോ. അത് കറക്റ്റ് എന്താ പറയാ പൊടിമീശ നോക്കട്ടെ. ആയിട്ടില്ല, ആയിട്ടില്ല, സമയമായിട്ടില്ല. അപ്പൊ ഒരു പുതിയ വെരി 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 ന്യൂ സോങ് ആണ് വെരി അല്ലേ? ക്യൂട്ട് സോങ് ആണ്. അതെ, ഇതിന്റെ മ്യൂസിക് ആനന്ദ് എന്ന് പറയുന്ന ആനന്ദ് മസൂദൻ എന്ന് പറഞ്ഞവരാണ്. ലിറിക്സ് സന്തോഷ് വർമ്മ സാറാണ്. ആ അതാരാന്നറിയോ? അത് ചേച്ചിയുടെ ടീച്ചറാണ്, മ്യൂസിക് ടീച്ചറാണ്. ഓക്കെ, അതെ, അത് എന്താ പറയാ സാറിന്റെ സാർ ചെയ്ത പാട്ടുകള് തുടക്കം, മാംഗല്യം ഒക്കെ സാറിന്റെ ലിറിക്സ് ആണ്. ഓക്കെ, അതൊക്കെ ഫേമസ് അറിയുന്ന പാട്ടുകളല്ലേ? അതെ, ഇവരുടെ എല്ലാരും കൂട്ടുകെട്ടിൽ വന്ന് ഈ പാട്ട് തകർക്കില്ലേ? സാറിന്റെ പാട്ടും പിന്നെ അപ്പൊ ചോദിക്കാ നമ്മുടെ ഞങ്ങൾക്ക് എപ്പോഴും അറിയേണ്ട ഒരു കാര്യമുള്ളൂ. ശ്രീനന്ദ ഒന്നുകൂടെ പെർഫോം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരാള് വരുമോന്ന്. അതാണ്, അദ്ദേഹം വരുമോ? വരുമെന്ന് തോന്നുന്നു. ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പൊ ആ ഒരു സസ്പെൻസ് നോട്ടിൽ നമ്മൾ നിർത്തിയിരിക്കുകയാണ്. Yes. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോനു. താങ്ക് യു. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം. പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്തു കൊതിച്ചാണ്. അന്നാ വഴി വരവിന് കാരണം അവളുടെ കരിനീല കണ്ണ്. അവളൊരു ക്രിസ്ത്യാനി പെണ്ണ്. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം. കൊതിച്ചാണ് അവളെ കാണണം, ഒരു കുറി കാണണമെന്നൊരു തോന്നല് കൊണ്ടാണ്. അവളാരുടെ പെണ്ണാണ്? പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം. മനസ്സിലൊളിച്ചു കിടന്നത് ആരുടെ പേരാണ്? അതിനുത്തരം എന്താണ്? പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം. പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്തു കൊതിച്ചാണ്. അന്നാ വഴി വരവിന് കാരണം അവളുടെ കരിനീല കണ്ണ്. അവളൊരു ക്രിസ്ത്യാനി പെണ്ണ്. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം. പൊടിമീശ മുളയ്ക്കണ കാലം. വരച്ചോണ്ടിരിക്കാണ് പൊടിമീശ അസൽ പാ ക്യൂട്ടായിട്ട് പാടിപ്പാ. വെരി നൈസ്. ഗോഡ് ബ്ലെസ് യു. Your voice just pierced through the entire song, and then it was amazing. Superb. മണ്ണുക്കുൾ നീ നല്ല നീരമ്മ കാത്തു കന
singing a lot of songs. Wow. അമൃതമായി അഭയമായി ജനനീ നീയല്ലേ മിഴിനീര് പൊടിമീശ മുളയ്ക്കണ കാലം ഇടനെഞ്ചില് ബാൻഡടി മേളം പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്തു കൊതിച്ചാണ് അന്നാ വഴി വരവിന് കാരണം അവളുടെ കരിനീല കണ്ണ് അവളൊരു ക്രിസ്ത്യാനി പെണ്ണ് പൊടിമീശ മുളയ്ക്കണ കാലം ഇടനെഞ്ചില് ബാൻഡടി മേളം കുട്ടാ പൊടിമീശ ഇല്ലാത്ത പ്രായത്തിലാണ് പൊടിമീശ പാട്ട് കുറിച്ച് പാടിയത്. പാടിയത്. നോക്കാം. ചോദിച്ചോക്കാം. ഓക്കെ, വിജയ് ചേട്ടാ. ശ്രീനാഥ്. ഓ ഓ, ഇത് ഏത് പടത്തിലെ പാട്ടാ? പാവ റീസെന്റ് പാവ. ആരാ മ്യൂസിക് ഡയറക്ടർ എന്നറിയാം? ആനന്ദ് മസൂദ്. ആനന്ദ് ആനന്ദ് മസൂദനൻ. ആനന്ദ്. മധുസൂദനൻ. മധുസൂദനൻ യാ. വേണ്ട, കഷ്ടപ്പെടണ്ട. എന്താണ് മധുസൂദനൻ പറഞ്ഞു. ആനന്ദ് മധുസൂദനൻ. ഞാൻ ഈ പടത്തിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട് വേറെ. ആ, നല്ലൊരു വെരി ക്യൂട്ട് മെലഡി സോങ്. ആൻഡ് ബട്ട് ദിസ് സോങ് എസ്പെഷ്യലി ഈ സ്റ്റുഡിയോയിൽ ഞാൻ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് അവരെന്നെ ഈ പാട്ട് കേൾപ്പിച്ചു. ജയേട്ടനാണ് പാടിയിരിക്കുന്നത്, പി ജയചന്ദ്രൻ സാർ സോങ്. ആൻഡ് ഹി സൗണ്ടഡ് റിയലി ഓസം. ആ സ്റ്റുഡിയോയിൽ സ്പീക്കേഴ്സ് കേട്ടപ്പോൾ എസ്പെഷ്യലി ഇറ്റ് സൗണ്ടഡ് ലൈക്ക് സം ഒരു 30 years 40 years younger. I mean, he sounded really nice. P. Jayachandran sir sang the original. And അത് ശ്രീനാഥ് ഇവിടെ ഇങ്ങനെ ക്യൂട്ടായിട്ട് പാടിയത്. ഒരു പൊടിമീശ, അതെ, പറ്റിയ വരികളൊക്കെ ക്യൂട്ടായിരുന്നു. വെരി നൈസ്. മീശ വരച്ചു കൊടുക്കാമോ? അതെ, ശരിക്കും. വരച്ചു കൊടുക്കാം. അതെ. എവിടെ ഒരു സ്കെച്ച് കിട്ടൂ? വരട്ടെ. മായ്ക്കാൻ പറ്റാത്ത സ്കെച്ചില്ലേ, ഒരിക്കലും മായൂല, അതേമാതിരി വരച്ചോ. പെർമനന്റ് മാർക്കർ കൊണ്ട് നമുക്ക് വായിക്കാം. കിടക്കട്ടെ കണ്ട് ഒന്ന് മോൻ ഇവിടെ വാ. കമോൺ, ഓടി ചേച്ചി പോകൂ. വിളിക്കാണ്. ആ പാട്ട് അറം പറ്റുന്ന കേൾക്കില്ലേ, അതാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. പൊടിമീശ മുളയ്ക്കണ കാലം വരച്ചോണ്ടിരിക്കാണ് ചേച്ചി. ഇടനെഞ്ചില് ബാൻഡടി മേളം പൊടിമീശ മുളയ്ക്കണ കാലം ഇടനെഞ്ചില് ബാൻഡടി മേളം ആള് മാറിപ്പോയി. അത് അങ്ങട് ഇതാരാണിത്? ഇതിപ്പോ അങ്ങോട്ട് പോയ ആളല്ല ഇങ്ങോട്ട് വന്നത്. അതെ, ഇത് വേറൊരാളെ മാറി. അതിനകം അവനെ കാണുന്നില്ല, പാവം. ഒന്ന് കാണിച്ചു കൊടുക്കും അവന്. ഫോണും ഇല്ലല്ലോ. ഇത് നമ്മുടെ സത്യമാഷിന്റെ കൊച്ചുമോനായിട്ട് വരും. അതെ, അപ്പൊ കായംകുളം കനര ഇരിക്കൂ. സുജയ ചേച്ചി. യെസ്. ശ്രീനന്ദു ഓ ഇപ്പൊ കൂടുതൽ ഭംഗിയായി കാണാൻ. എന്ത് ഭംഗിയാ. എന്നാലും സുജാത ആന്റി ഇങ്ങനെ ഒരു ചതി ചെയ്തല്ലോ അല്ലടാ, നിന്നെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിച്ച് അല്ലേ? നല്ല നല്ല ഭംഗിയുണ്ട്. പക്ഷെ അതെ, പക്ഷെ എന്നാലും കൊള്ളാം, നല്ലൊരു ക്യൂട്ട്നെസ് ഉണ്ട് ഇപ്പൊ. നിന്റെ വൃത്തിയോട് മാറി കിട്ടി. ക്യൂട്ടായിട്ട് പാടിട്ടോ മോനെ. Thank you. നല്ല രസമുണ്ടായിരുന്നു ഈ പാട്ട്. മോൻ കറക്റ്റ് സോങ് ചോയ്സ്. മോൻ്റെ വയസ്സിനനുസരിച്ച് ഒരു പാട്ടെടുത്തു. ഓവറായിട്ടുള്ള പാട്ടൊന്നും എടുക്കാതെ ക്യൂട്ടായിട്ട് പാടി. താങ്ക് യു വെരി ഗുഡ്. താങ്ക് യു സുജയ ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ. മാഞ്ഞേ ഓ കലക്കിട്ടാ, ഭാവിയിൽ നിന്റെ മുഖം ഇങ്ങനെയൊക്കെ തന്നെ ആയിട്ട് വരും. കുറച്ച് വലിപ്പം കൂടുന്നേ ഉള്ളൂ. കുറച്ച് ഈ ഫോട്ടോ എടുത്ത് വെച്ചോ, എന്നിട്ട് കുറെ കഴിയുമ്പോൾ നോക്കി നോക്കേ മാച്ചിങ് ആണോന്ന്. നല്ല രസമായിട്ട് പാടി. ഞാൻ നീ പാടുമ്പോൾ അങ്ങനെ ഞാൻ രുചിക്ക് പറഞ്ഞു കൊടുക്കുക എത്ര വയസ്സുള്ളൂ നീ അത് ചുണ്ട് നനച്ചിട്ട് അത് മുഴുവൻ നക്കി തിന്നണോ ആ പീശ ചെയ്യല്ലേട്ടോ അങ്ങനെ. ആ അവൻ എങ്ങനെയുണ്ടെന്ന് കാണാൻ പറ്റാത്തോണ്ട് വിഷമാണോ? വിഷമാണ്. അത് കഴിഞ്ഞിട്ട് പോയി നോക്കി നോക്കി എങ്ങനെയുണ്ടെന്ന്. വിഷമൊന്നുമില്ല അല്ലേ? കലക്കി ക്യൂട്ടായിട്ട് പാടി. അതിനനുസരിച്ച് കുറച്ച് ഇങ്ങനെ പിച്ചുകളുടെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നിന്റെ വാട്ട് എവർ ക്യൂട്ട്നെസ് ദാറ്റ് യു ഹാവ് ഇൻ റിയൽ, അത് നീ നിന്റെ പുറത്ത് പാട്ടിൽ കൂടെ കൊടുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അക്കരെ താങ്ക് യു. ആൻഡ് ഹരിഹരൻ ഹരിഹരൻ സർ. സർ. Srinand. പൊടിമീശ അസൽപ്പാ. ക്യൂട്ടായിട്ട് പാടിപ്പാ. വെരി നൈസ്. ഗോഡ് ബ്ലെസ് യു. ബി ഹാപ്പി ആൻഡ് സിംഗ് ലൈക്ക് ദിസ്. താങ്ക് യു സർ. വണ്ടർഫുൾ വണ്ടർഫുൾ. പാട്ട് പഠിക്കുന്നു? പഠിക്കുന്നുണ്ട്. ആരുടെ? ദിലീപ് സർ, ചരക്കര തിരുമുഖം സംഗീത ക്ലാസിക്കൽ. തലശ്ശേരി. ക്ലാസിക്കൽ ആണോ? തലശ്ശേരി ക്ലാസിക്. ക്ലാസിക്കൽ. ക്ലാസിക്കൽ പഠിക്കുന്നു. ഏതാ ഒരു ഏതാണ് പാട് ക്ലാസിക്കലിലെ ഒരു ചിന്ന പീസ്?
ഗജാനനയുതം ഗണേശ്വരം ഭജാമി സതതം സുരേശ്വരം ശ്രീ 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 ഗജാനനയുതം ഗണേശ്വരം. Very good, very good. താങ്ക് യു Thank താങ്ക് you, യു സർ. sir. അപ്പൊ എന്തായാലും ഹരി സാർ വന്നതിന്റെ പേരിൽ നമ്മളൊരു ക്ലാസിക്കൽ വേർഷൻ കേട്ടു. അതെ, അടിപൊളി. നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു വേർഷനും കൂടി കേട്ടോ. പെട്ടെന്നേ ആ ശ്രീധന്ദന്റെ മുഖം നോക്കിയില്ലേ, ആ. നമ്മുടെ തബല വായിക്കണ ഹരിയുടെ മുഖം നോക്കിയേ, ഒരുപോലെ ഇല്ലേ? അതുകൊണ്ടൊരു പൊടിമീച്ച. ഒരു എക്സ്പ്രഷൻ ഒക്കെ കൊണ്ടുവന്നു. എന്തായാലും നമുക്ക് മാർക്കിലേക്ക് കിടക്കാം. കേൾക്കാം. ഓക്കെ റെഡി. സോ സ്റ്റീഫൻ ചേട്ടാ, Marks. ഓക്കെ Thank you. സുജാത ചേച്ചി. 8. ആൻഡ് യെസ് വിജയ് ചേട്ടാ. 24. ഹാപ്പി അല്ലേ? ഓക്കെ. അവനാ പൊടിമീശ കാണാതെ ഒരു അതാ ഇത് വരുന്നില്ല. എങ്ങനെയെങ്കിലും ആദ്യം പോയിട്ട് എന്താ ചെയ്യണ്ടേ? ഒരു കണ്ണാടി എടുത്തിട്ട് പൊടിമീശ കാണണ്ടേ? അപ്പൊ ഓടിപ്പോയി നോക്കണം. ഓക്കെ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഈ 2-3 എപ്പിസോഡിൽ ഇങ്ങനെ വരുമോ ഇനി? അതായത് കഴുകാൻ പാടില്ല. കൺഫ്യൂഷൻ ആയി. ശരി, ഓക്കെ ഓക്കെ മോനെ. അപ്പൊ അടുത്ത പെർഫോമൻസിന് ഉള്ളത് അപ്പപ്പാ മറിയമ്മ മണ്ണുക്കുൾ നീ നല്ല നീരമ്മ കാത്തു കനലു നീയമ്മ വാനത്തെ പോൽ നിன்று പാരമ്മ വந்தேன் தேடி நானம்மா. Your voice just pierced through the entire song and then it was amazing. Thank you ചേട്ടാ. Superb. സീരേശ്വരി കാമേശ്വരി മേരാരെ നീതാനെ കാപ്പ് But she's got a different tone to her voice. ചന്ദ്രലേഖ ലേഖ മിണ്ടി കൊഞ്ചാൻ വെമ്പും ചുണ്ടിൽ പഞ്ചാമൃതമായി ചിമ്മി ചിമ്മി മിന്നും കണ്ണിൽ കണ്ണീരിലാവായി. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. So, ഈ ക്വാർട്ടർ ഫൈനൽ സ്റ്റേജ് ഇങ്ങനെ ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കുകയാണ്. യുദ്ധക്കളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. Yes. ആൻഡ് എന്താ പറയാ, ആ യുദ്ധം കാണാനെത്തിയ നമ്മുടെ ഹരിഹരൻ സർ ആൻഡ് നമ്മുടെ സ്വന്തം ജഡ്ജസും Judges, എല്ലാവരും അതെ. ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ യുദ്ധത്തിലേക്ക് അടുത്ത ആളെ വിളിക്കാം. യെസ്. സോ വിളിക്കാം ഋതിക. ഋതിക. ഋതിക എന്താണ് ഭയങ്കര തിളക്കൊക്കെ ആയിട്ടാണല്ലോ വന്നിരിക്കണേ. Full എന്താ പറയാ, ഒരു 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 എന്താ പറയാ, നമ്മുടെ തിളങ്ങി മാത്രല്ല, എന്നിട്ട് ഫുൾ വർക്ക്സ് ആണ് അല്ലേ? Yeah. കംപ്ലീറ്റ് ഇങ്ങനെ എംബ്രോയിഡറിയും അത് ഇതൊക്കെ സ്റ്റോൺ വർക്കും ഒക്കെ കൂടി ചെയ്ത് ഭയങ്കര രസമായിട്ടാണ് എത്ര എന്താ ഇത്? ശ്ശോ. എന്തോ ഉദ്ദേശിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതെ, ആ ഉദ്ദേശം നമുക്ക് അറിയണ്ടേ? അറിയണം. അറിയാം. അറിയണം. ഓക്കെ. ഏത് റൗണ്ടാ മോളിൽ എടുത്തിരിക്കുന്നത്? സ്കൂൾ ചോയ്സ് സ്കൂൾ ചോയ്സ്. ഓക്കെ, ഏത് സ്കൂളാ മോളിലെ? വിദ്യാകേന്ദ്ര. വിദ്യാകേന്ദ്ര. ഓക്കെ, അപ്പൊ Okay. അവിടുത്തെ സ്റ്റുഡൻസും എല്ലാരും കൂടിയാണ് മോളുടെ പാട്ട് സെലക്ട് ചെയ്തിരിക്കണം അല്ലേ? സോ കാണാം ഏത് പാട്ടാണ്. ഏതാണ് ആ പാട്ട്? Okay. നോക്കട്ടെ. ഹായ്, ഇതാണ് എൻ്റെ സ്കൂൾ.
ഇനി നമുക്ക് സ്കൂളിലെ വിശേഷങ്ങൾ അറിയാം. ഇതാണ് എൻ്റെ ക്ലാസ് റൂം. എനിക്കിവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇതാണ് എൻ്റെ ക്ലാസ് ടീച്ചർ മിസ്റ്റർ അനീഷ. ഞങ്ങൾ വളരെയധികം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഋതിക ജയിച്ചു വരുന്നത് കാണാൻ. വി ആർ പ്രൗഡ് ടു ഹാവ് ഹിയർ. ഇതാണ് ഞങ്ങൾ മ്യൂസിക് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലം. ഇവിടെ ഇപ്പം മ്യൂസിക് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളും മ്യൂസിക് ടീച്ചറും എല്ലാവരും ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. വക്രതുണ്ഡ മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം. ഇതാണ് ഞങ്ങളുടെ മ്യൂസിക് ടീച്ചർ മിസ് രമാമണി. മിസ് എൻ്റെ പാട്ടൊക്കെ കേൾക്കാറുണ്ട്, പിന്നെ അഭിപ്രായം പറയാറുണ്ട്. ഞാൻ മിസ് നല്ല സപ്പോർട്ടീവാണ്. സ്കൂൾ ചോയ്സ് റൗണ്ടിൽ ഋതികയ്ക്ക് ഞങ്ങളെല്ലാവരും സെലക്ട് ചെയ്ത ഒരു പാട്ടാണ് ഋതിക പാടാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ വക ഋതികയ്ക്ക് ഉണ്ടാകും. ഇവരൊക്കെയാണ് എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ്. കണ്ടില്ലേ, ഇവരെല്ലാവരും ബ്ലാക്ക് ഡ്രസ്സിലാണ്. ഞങ്ങളെപ്പോലെ ഇവർക്കും യൂണിഫോം ഉണ്ട്. ഞങ്ങളുടെ പ്രിൻസിപ്പൽ മിസ് സൈറ തോമസ്. This is Ritika with an admirable chai, with a charming smile, and also has a beautiful voice. Her passion for music, let God take her to great heights. All the best. God bless you. Thank you, miss. All the best. Thank you, miss. സ്കൂൾ ചോയ്സ് റൗണ്ടിൽ ഞങ്ങൾ എല്ലാവരും ഋതികയ്ക്ക് വേണ്ടി ഒരു പാട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. മാരിയമ്മ മാരിയമ്മ തിരിസൂലിയമ്മ നീലിയമ്മ തലമേല മണിമുകുടം എൻ താഴി തந்த പൂങ്കരകം. ഈ പാട്ടാണ് ഋതിക പാടാൻ പോകുന്നത്. അപ്പൊ സ്കൂൾ ചോയ്സ് റൗണ്ടിൽ മറ്റൊരു ഇളയരാജ സാറിന്റെ പാട്ടുമായിട്ടാണ് കുട്ടി ഇവിടെ നിൽക്കുന്നത്. മാരിയമ്മ, സത്യം പറയൂ, മാരിയമ്മ. മറ്റേ ഇളയരാജ സാറ് ഭയങ്കര ഫേവറേറ്റ് ആണെന്നും ഏറ്റവും കൂടുതൽ പാട്ടുകൾ രാജസാറിന്റെ ആണോ പാടാറ് എപ്പോഴും? അങ്ങനെയൊന്നുമല്ല, ഇഷ്ടമാണ് of course, അല്ലേ? ആ. അല്ല, മോൾ തന്നെ ഇവിടെ കുറെ പാട്ടുകൾ രാജസാറിന്റെ ആയിട്ടില്ല പാടിയിട്ടുണ്ട്. അല്ലെ? അപ്പൊ അതാണ് സംഭവം. ആ, ഓക്കെ. അപ്പോ നമുക്ക് എന്താ പറയാ, അതെ, ഇതൊരു ഡാൻസ് ബേസ്ഡ് ഒരു പാട്ടല്ലേ? ഡാൻസ് ഒക്കെ ഉണ്ടോ? ചെറുതായിട്ട് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട് അല്ലേ? അല്ല, മറ്റേ ഹൃദയകുട്ടി കംപ്ലീറ്റ്ലി ഓൾറൗണ്ടർ ആണ്. എല്ലാത്തിന്റെ ഇടയ്ക്കിടെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും അതെ. അല്ലെ? അപ്പൊ കരകാട്ടുകാരൻ എന്ന് പറയുന്ന ഈ സിനിമയിലെ മാരിയമ്മ മാരിയമ്മ സോങ്, ആ സോങ് നമുക്ക് ഹൃദയകുട്ടിനെ കേൾക്കാം. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോളു. മാരിയമ്മ മാരിയമ്മ തിരിസൂലിയമ്മ നീലിയമ്മ മാരിയമ്മ മാരിയമ്മ തിരിസൂലിയമ്മ നീലിയമ്മ തലമേല മണിമുകുടു എത്തായി തந்த പൂങ്കരകോ നിലயாக നിലക്ക വെക്കൂ நினைச்சதெல்லாம் பலிக்க வைக்கൂ உன்னை நினைச்சபடி உண்மை ஜெயிக்கும்படி வேண்டும் வரந்தா மாறி
അമൃതമായി അഭയമായി ജനനീ നീയങ്ങില്ലേ മിഴിനീര് What do you eat for breakfast? ഇന്ന് ഉപ്പുമ. But Uppuma சாப்பிட்டுட்டு இவ்வளோ energy கமால். You've got a very good voice, very bold voice. പീരങ്കി വിടണ മാതിരി ഫാസ്റ്റ് ഒരു സാധനം മാറിയ ചകളൊക്കെ മേടിച്ചു കേട്ടോ. Your voice just pierced through the entire song and then it was amazing. Thank you, ചേട്ടാ. Superb. മിണ്ടി കൊഞ്ചാൻ വെമ്പും ചുണ്ടിൽ പഞ്ചാമൃതമായി ചിമ്മി ചിമ്മി മിന്നും കണ്ണിൽ കണ്ണീരിലവായി ഋതിക കുട്ടി എന്തോ? ഭയങ്കര എനർജിയുള്ള സോങ് ആയിരുന്നല്ലോ. താങ്ക് യു ചേച്ചി. അതെ ഞങ്ങളിങ്ങനെ ഫുൾ Dance. ഡാൻസിന്റെ മൂഡിലായിരുന്നു മൂഡിലായിരുന്നു, എന്തായാലും. yes. അപ്പൊ നമുക്ക് എന്തായാലും വേഗം ചോദിക്കാം. യെസ് വിജയ് ചേട്ടാ. My God, ഋതിക. എന്തോ? ഒരു ഭയങ്കര ഒരു മാരിയമ്മൻ ഇഫക്റ്റിലാണല്ലോ ഇറങ്ങി വന്നത്. Your voice, I mean. Dancers took care of the rest. പക്ഷേ your voice just pierced through the entire song and then it was amazing. Thank you, ചേട്ടാ. Superb. I mean, you've always had that throw in your voice. അത് ഈ പാട്ട് I mean ഇത് ആ തുടക്കമൊക്കെ ഇങ്ങനെ ബൂം ആയിരുന്നു, ലൈക്ക് ബാങ് ഓൺ. സൂപ്പർ. Thank you, വെൽ ചേട്ടാ. ഡൺ. Thank you, ചേട്ടാ. സ്കൂൾ ചോയ്സിൽ പക്ഷേ ഹൗ കം അല്ല തമിഴ് സോങ് ഇങ്ങനത്തെ ഒരു വളരെ ഒരു റെയർ ആയിട്ടുള്ള തമിഴ് സോങ് സെലക്ട് ചെയ്ത് ആരാ സെലക്ട് ചെയ്ത് അവിടെ? എൻ്റെ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്. ഈ പാട്ട് ശരിക്കും ഋതികയുടെ ഫ്രണ്ട്സ് ആണല്ലോ. അപ്പൊ ഭയങ്കര ഋതികയുടെ ഫ്രണ്ട്സ് ഇഷ്ടങ്ങൾ- ആണല്ലോ. ഇങ്ങനത്തെ പാട്ടൊക്കെ കേൾക്കുന്ന ഈ ജനറേഷനിൽ ഫ്രണ്ട്സ് ഉണ്ടോ? ഞാൻ സ്കൂളിൽ നിന്ന് വെറുതെ പാടി നടക്കുമ്പോൾ അവർ ചോദിച്ചു ഈ പാട്ട് പാടിക്കൂടെ എന്ന് ചോദിച്ചു. ആ, അത് ശരി. അതായത് ഇപ്പൊ മനസ്സിലായി. അത് സാറന്മാരൊക്കെ കാണുമ്പോ പാടി നടക്കുന്ന പാട്ടാണോ ഇത്? അല്ലല്ല, സ്കൂൾ ചോയ്സ് റൗണ്ട് അവരൊക്കെ കാണും ഇത്. ഞാൻ വെറുതെ ഇങ്ങനെ എല്ലാരും തിരിച്ച് സ്കൂളിൽ വരണ്ടെന്ന് മനസ്സിലായില്ലേ? അതാണ് അതാണ് ഇപ്പൊ എല്ലാം ഞങ്ങൾ മനസ്സിലാക്കി. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. അപ്പപ്പാ മറിയമ്മ ഒരു 2 കിലോ ഉണ്ടായിരുന്നു ശബ്ദം. ഉഗ്രനായിട്ട് പാടി മോളെ. താങ്ക് യു. ഇത് അഗെയിൻ രാജാ സാറിൻ്റെ പാട്ട് എന്ത് ഇഫക്റ്റീവായിരുന്നു. അതിൻ്റെ പിന്നാലെ ആ തീയൊക്കെ കാണിച്ചിട്ട് ഭയങ്കര ഭയങ്കര ഇഫക്റ്റീവായിരുന്നു. ഇതെന്താ രാഗം? നമ്മൾ ആദ്യം പഠിക്കുന്ന രാഗമാണ് മായമളം. അതെന്തൊക്കെ. പിന്നെ മായമളം മോനൊരു പാട്ട് പാടിയിട്ടില്ലേ, വിജുവും മറ്റേ അവളും കൂടെ. മായാമാളവഗൗള എന്ന് പറഞ്ഞ രാഗത്തിൽ നല്ല കേട്ട് പരിചയമുള്ളൊരു പേര്. മായന എനിക്കറിയാം, മാളയനെയും എനിക്കറിയാം. ഗൗള മഞ്ചേരി മോനും കൂടെ ഒരു ഒരു ചിരി കണ്ട അതോ അതല്ല മായാവളകോളം കേട്ടിട്ടുണ്ട്, പാത്തിട്ടില്ല. അത് പക്ഷേ അങ്ങനത്തെ ഒരു സോങ് അങ്ങനത്തെ ഒരു രാഗത്തിൽ അത് ഇങ്ങനെയും ചെയ്യാന്നുള്ള ഒരേ ഒരാള് പ്രൂഫ് ഇളയരാജ സാറാണ്. ലവ് സോങ്. അതൊരു അമ്മൻ പാട്ട്. അമ്മൻ പാട്ട്. അതാണ് അമ്മൻ ഡാൻസ്. ഓക്കെ, സുസ്റ്റീഫൻ ചേട്ടാ. ഋതിക, എന്തോ? ഈ യുദ്ധത്തിനൊക്കെ പാറ്റേൺ ആക്കുന്ന ഒരു ഇത് പോകൂലേ, പീരങ്കി വിടണ മാതിരി ഫാസ്റ്റ് ഒരു സാധനം മാറിയ ചകളൊക്കെ മേടിച്ചു കേട്ടോ. ആ ഒരു വോയിസിനെ മാത്രമല്ല ആ എനർജി ഭയങ്കരമായി കൊടുന്നു. അത് ഋതിക അത് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ച് ഇങ്ങനെ കലക്കി വന്നിരിക്കുകയാണ്. സൂപ്പറായിട്ട് ഋതികയുടെ വോയിസ്. ഋതിക ഒന്നും അനങ്ങ പോലും ചെയ്തില്ല. അത് മൂക്ക് ചീറ്റിയ മാതിരിയാണ് പാട്ട് പാടിയത്. അത്ര കൂളായി പാടി, സൂപ്പറായി പാടി കേട്ടോ. നല്ല രസമുണ്ട്, സൂപ്പർ എനർജി. ഫ്രണ്ട്സിൻ്റെ അടുത്തൊരു താങ്ക് യു പറഞ്ഞേക്കാം പാട്ട്. ടാറ്റാ. താങ്ക് യു. ഹരിഹരൻ സർ. Ritika, എന്തോ? what do you eat for breakfast?
ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ദോശ ഉപ്പുമാ. എല്ലാം കൂടിയോ? ഇതെല്ലാം കൂടിയോ? അതാണ് ഒരു ദിവസത്തിലല്ല, സാധാരണ എന്ത് കഴിക്കുന്നല്ല, ഇന്ന് എന്താ കഴിച്ചെന്നാ ചോദിച്ചത്. ഇന്ന് ഉപ്പുമാ. ഉപ്പുമാ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഉപ്പുമാ കഴിച്ചാൽ മതി. ഉപ്പുമാ. But Uppuma சாப்பிட்டுட்டு இவ்வளோ energy கமால். You've got a very good voice, very bold voice. God bless you. And I can see you singing a lot of songs. Wow. Oh. Super compliment. But she has a different tone to her voice, no? She's got a very, I mean, they call it today attitude. I mean, whatever word. But she's got a different tone to her voice. അതല്ലേ നമ്മൾ പറഞ്ഞ മോളുടെ വിജയം അതായിരിക്കും. Because she's got such a bass. Thank you, sir. Thank you. What other kind of songs you sing? You sing any blues, anything English you sing? ഇംഗ്ലീഷ് പാട്ട് പാടാറുണ്ടോ മോള്? പാട്ട് പാടുമോ? അങ്ങനെ വെസ്റ്റേൺ ചെയ്യാം. ഏതോ കുറച്ചുകൂടി പാട്. ഒരു രണ്ട് പേര് പാടൂ. വേറെ ഏതാ ഒരു ഏതെങ്കിലും ഒന്ന് പാടൂ, അറിയുന്ന ഏതെങ്കിലും. കൊഞ്ചം കൊഞ്ചും നിലവ് അതാ. Yeah, okay. Just the Pallavi. Okay, കൊഞ്ചുന്നില്ല. கொஞ்சம் நிலவு கொஞ்சம் நெருப்பு ஒன்றாய் சேர்ந்தால் இந்த தேகம் கொஞ்சம் நெஞ்சில் கொஞ்சம் அமுதம் ஒன்றாக சேர்ந்தால் இந்த கண்கள் கொஞ்சம் மிருகம் கொஞ்சம் கடவுள் ஒன்றாய் சேர்ந்தால் இந்த நெஞ்சம் சந்திரலேகா லேகா சந்திரலேகா லேகா. Very nice. Very nice. Super. Thank you so much, sir. ഋതിക, എന്തോ മാർക്ക് അറിയണ്ടേ? അറിയണം. അറിയാം. ഓക്കേ, Okay. സോ വിജയ് ചേട്ടാ മാർക്സ്. ഒരു അമ്മൻ ഇഫക്റ്റ് ഇരിക്കട്ടെ. മാരിയമ്മ തിരിസൂലിയമ്മ നീലിയമ്മ 9 marks. Thank you. സുജാത ചേച്ചി. നീലിയമ്മ തലമേല മണിമുകുടു എത്തായി 9. And yes, Stephen ചേട്ടാ. നിലക്ക് വെക്കൂ നനച്ചതെല്ലാം വലിക്ക വെക്കൂ ഉന്നെ നനച്ചപടി Again 9. 27. ഇപ്പൊ മാരിയമ്മ ഒന്ന് ഡാൻസ് ചെയ്യാൻ തോന്നുന്നുണ്ടോ ആ മാർക്സ് ഒക്കെ കേട്ടിട്ട്? ചെറുതായിട്ട് ചെറുതായിട്ട്. Okay. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, ഞങ്ങളിപ്പോ ചോദിക്കുന്നില്ല. കാരണം വെസ്റ്റേൺ ഞങ്ങൾ പല വേർഷൻസ് ഇപ്പോൾ കണ്ടത് കാരണം. പല ജോണസ് ഒക്കെ ഞങ്ങൾ അറിഞ്ഞു കാരണം. യെസ്. അപ്പൊ അടുത്ത പെർഫോമൻസ് തകർക്കൂ. ഓൾ ദി ബെസ്റ്റ്. All the best. നമ്മുടെ മോസ്റ്റ് ഫേവറേറ്റ് സെഗ്മെന്റ്. Yes, which is top scorer. അപ്പൊ നമുക്ക് ടോപ്പ് സ്കോറർ സെഗ്മെന്റിലേക്ക് നമ്മുടെ ടോപ്പ് സ്കോറർ കണ്ടസ്റ്റൻസിനെ വിളിക്കുന്നതിന് മുമ്പ് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് ആയ ഹരിഹരൻ സാറിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഹരിഹരൻ സർ, പ്ലീസ് ഓൺ ടു ദി സ്റ്റേജ്. So top scorer of this episode, Ritika. ഋതിക. മണ്ണുക്കുൾ വീണല്ല നീരമ്മ കാത്തു കനലു നീയമ്മ വാനത്തെ പോൽ നിன்று പാരമ്മ വந்தேன் தேடி நானம்மா இந்த மனம் முழுதும் நீதானே வந்தவன். അഞ്ജലി, സിൻസ് ഷോ നമ്മുടെ വൈൻഡ് അപ്പ് ചെയ്യാൻ കുറച്ച് സമയമായി. അതെ, പക്ഷേ നമുക്കൊരു പെർഫോമൻസ് കാണണം. അത് ആരുടെ പെർഫോമൻസ് ആണ്? കണ്ടസ്റ്റൻസിന്റെ ആണോ? അല്ല. നമ്മുടെ കൂടെയുള്ള ജഡ്ജസിന്റെ ആണോ? അല്ല. അഞ്ജലിയുടെ ആണോ? അല്ലേ അല്ല. പിന്നെ ആരുടെയാണ്? നമ്മുടെ ഹരിഹരൻ സർ. Yes, so another performance from Hariharan sir. അമൃതമായി അഭയമായി ജനനീ നീയെങ്ങുമില്ലേ അമൃതമായി അഭയമായി ജനനീ നീയെങ്ങുമില്ലേ മിഴിനീരിൽ
നനവായി നീ ഒരു പാലാഴി പോൽ നെഞ്ചിൽ നീയനും അമൃതമായി അഭയമായി ജനനി നീയെങ്ങും ഇല്ലേ. മിണ്ടി കൊഞ്ചാൻ വെമ്പും ചുണ്ടിൽ പഞ്ചാമൃതമായി മിണ്ടി കൊഞ്ചാൻ വെമ്പും ചുണ്ടിൽ പഞ്ചാമൃതമായി ചിമ്മി ചിമ്മി മിന്നും കണ്ണിൽ കണ്ണീരിലവായി ജന്മ ജന്മ തീരം പുൽകും മന്ദാകിനി നീ പ്രപഞ്ചങ്ങളാകെ നിറഞ്ഞുടനേരെ മനതാരിൽ കതിരായി നീ വിരിയേണം ഒരു താരാട്ടായെന്നുള്ളിൽ ചായു നീ അമൃതമായി അഭയമായി ജനനി നീയെങ്ങുമില്ലേ. ജനിയിലും മൃതിയിലും നിഴലായി നീ കൂടെയില്ലേ. മിഴിനീരിൽ തെളിവാനും കനവായി നീ മൊഴി തോറും പുതുമണ്ണിൻ നനവായി നീ ഒരു പാലാഴി പോൽ നെഞ്ചു നീയെന്നും അമൃതമായി അഭയമായി ജനനി നീയെങ്ങുമില്ലേ. അമൃതമായി ഓ അമൃതമായി അഭയമായി ജനനി നീയെങ്ങുമില്ലേ. நிலாகாகிறது நேரம் தேய்கிறது யாரும் ரசிக்கவில்லையே இந்த கண்கள் மட்டும் உன்னை காணும். താജ്മഹൽ നിർമ്മിച്ച രാജശില്പി ഷാജഹാൻ ചക്രവർത്തി അങ്ങയെ പ്രേമ വിരഹിണികൾ ഞങ്ങൾ അനുസ്മരിപ്പൂ നിത്യ തപസ്. ഒരു മണി പോലെ ഒരു വൈബ്രേഷൻ ഉണ്ട് നിന്റെ വോയിസിൽ. ആ നല്ല ചന്ദ്രമദരാത്രികളിൽ അംശുമാലിനി തടത്തിൽ ആദ്യ രോമാഞ്ചങ്ങൾ പൊതിഞ്ഞു ഞാൻ ആരുടെ. എന്തായാലും സോങ് വളരെ പെട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോട് കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ. So it was amazing attempt. നിന്റെ നന്ദന വൃന്ദാവനത്തിൽ പൂക്കും പാരിജാതത്തിൻ്റെ കൊമ്പിൽ. നിന്റെ നന്ദന വൃന്ദാവനത്തിൽ പൂക്കും പാരിജാതത്തിൻ്റെ കൊമ്പിൽ. പിന്നെ അവസാനത്തെ കൃഷ്ണ ആക്ച്വലി അത് കൃഷ്ണ കൃഷ്ണ കാവിരിയാറും കൈക്കുത്തലരസിയും മറന്നു പോകുമാ. ഓ താവണി പെൺകളും തൊടുവിടും കൺകളും തൊലൈந்து പോകുമാ.
Sujata Sarees. Designed by Style Sarees, Spencer Junction, Palayam, Trivandrum.